ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. രണ്ടാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. യൂണിറ്റ് 5 യുണൈറ്റഡ് വി സ്റ്റാൻഡ്. അപ്പോൾ ഇനി നമുക്ക് എടുക്കാനുള്ളത് അഞ്ചാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള യുണൈറ്റഡ് വി സ്റ്റാൻഡ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഈ യൂണിറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന്. See the soaps each have counted. അപ്പോൾ എന്താണ് സോപ്പുകളില്ലേ, സോപ്പുകൾ കൗണ്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഗ്രൂപ്പ് ഓഫ് ടെൻസ് വൺസ് ടോട്ടൽ 10 + 3 = എത്രയാണ്? നമുക്ക് നോക്കി നോക്കാം. ഗ്രൂപ്പ് ഓഫ് ടെൻസ്, 10ന്റെ എത്ര ഗ്രൂപ്പുകളുണ്ട്? അപ്പൊ 10ന്റെ എത്ര ഗ്രൂപ്പുകളുണ്ട്? 1 2 3 4 5 6 7 8 9 10. 10ന്റെ എത്ര ഗ്രൂപ്പ് ഉണ്ട്? ഒരു ഗ്രൂപ്പ്. 10ന്റെ ഒരു ഗ്രൂപ്പാണുള്ളത്. വൺസിന്റെയോ 1 2 3 വൺസ് ഉണ്ട്. അപ്പൊ 10 + 3 എത്രയാണ്? 10 + 3 എത്രയാണ്? 3 ഇറക്കിയിട്ടു, 1 ഇറക്കിയിട്ടു. 10 + 3 10 + 3 = 13. എത്രയാണ്? 10 + 3 = 13. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കി നോക്കാം. ഗ്രൂപ്പ് ഓഫ് ടെൻസ്. അപ്പൊ ഇനി അടുത്തതിൽ നോക്കി നോക്കൂ. എത്ര 10ന്റെ ഗ്രൂപ്പ് ഉണ്ട്? ഇത് 10ന്റെ ഒരു ഗ്രൂപ്പ്, 2 ഗ്രൂപ്പ്, 3 ഗ്രൂപ്പ്, 4 ഗ്രൂപ്പ്. അപ്പൊ ഗ്രൂപ്പ് ഓഫ് 10, 10ന്റെ എത്ര ഗ്രൂപ്പുകളുണ്ട്? 4 ഗ്രൂപ്പ്സ് ഉണ്ട്. 4 ഗ്രൂപ്പ്സ് ഉണ്ട്. ഇനി വൺസ് ആണെങ്കിലോ 1 2 3 4 5. എത്ര എണ്ണുണ്ട്? 5 എണ്ണുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര എണ്ണുണ്ട്? ഇവിടെ 10 എണ്ണം, ഇവിടെ 10 എണ്ണം, ഇവിടെ 10 എണ്ണം, ഇവിടെ 10 എണ്ണം. 10 + 10 20, 20 + 10 30, 30 + 10 എത്രയാണ് കൂട്ടുകാരെ? 40. ഇനി എത്ര 1 ഉണ്ട്? 5 എണ്ണം. അപ്പൊ ഇനി അടുത്തത് 40 + 5 എത്രയാണ്? 0 + 5 5 തന്നെ. ഈ 4 ഇങ്ങോട്ട് ഇറക്കിട്ടു. അപ്പൊ എത്ര സോപ്പുകളുണ്ട്? 45. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. ഗ്രൂപ്പ് ഓഫ് ടെൻസ്. അപ്പൊ അടുത്തതും ഗ്രൂപ്പ് ഓഫ് ടെൻസ് ആണ്. അപ്പൊ അതിൽ നോക്കി നോക്കൂ. എത്ര ഗ്രൂപ്പ് ഓഫ് ടെൻസ് ഉണ്ട്? ഇവിടെ 1 2 3 4 5. എത്രയാണ്? 1 2 3 4 5. എത്ര ഗ്രൂപ്പ് ഉണ്ട്? 5 ഗ്രൂപ്പുകളുണ്ട്. 0ന്റെ ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വൺസിന്റെ ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്തിട്ടു? 0 ഇട്ടു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും? 5 എണ്ണം ഉണ്ട്. 5 ഗ്രൂപ്പ് 10ന്റെ ഉണ്ട്. അപ്പൊ എത്രയായിരിക്കും? 50. അപ്പൊ 50 പ്ലസ് എത്ര വൺസ് ആണ് വരിക? 0 വൺസ്, which is equal to 15. 50 + 0 എത്ര? 50ന്റെ കൂടെ 0 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 50 തന്നെ കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. ഇനി എന്താ? ഗ്രൂപ്പ് ഓഫ് ടെൻസ്. ഇതിൽ 10ന്റെ എത്ര ഗ്രൂപ്പുകളുണ്ട്? ഒന്ന് നോക്കി നോക്കിയേ. ഇതിൽ 10ന്റെ എത്ര ഗ്രൂപ്പുകളുണ്ട്? കൂട്ടുകാർക്ക് കിട്ടുന്നുണ്ടോ? നോക്കി നോക്കിയേ. അതാ 1 2 3 4 5 6 7 8 9 10. അപ്പൊ 10ന്റെ ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്, 10ന്റെ ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. അപ്പൊ ഗ്രൂപ്പ് 10ന്റെ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 2 ഗ്രൂപ്പ് ഉണ്ട്. ഇനി വൺസിന്റെ ആണെങ്കിലോ 1 2 3 4. എത്ര എണ്ണുണ്ട്? 4 എണ്ണുണ്ട്. അപ്പൊ ടോട്ടൽ 2ന്റെ 10 ഗ്രൂപ്പ്. അപ്പൊ ടോട്ടൽ എത്രയാ? 20. 20 പ്ലസ് എത്രയാണ്? 4. It is equal to എത്രയാണ്? 20 + 4 = 24. അപ്പൊ നമുക്ക് കിട്ടി 24. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കി നോക്കാം. ഇനി നെക്സ്റ്റ് നോക്കി നോക്കിയേ. ഗ്രൂപ്പ് ഓഫ് ടെൻസ് എത്ര ഉണ്ട്? ഇവിടെ ഒരെണ്ണം, 2 എണ്ണം, 3 എണ്ണം. അപ്പൊ 10ന്റെ 3 ഗ്രൂപ്പുകളുണ്ട്. വൺസ് എത്രയാണ്? 2 എണ്ണം ഉണ്ട്. 10ന്റെ 3 ഗ്രൂപ്പുകള്. അപ്പൊ എത്രയാണ്? 30. 30 + 2 30 + 2 = 32. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. How many soap did Rosie make?
റോസി and ശാന്ത count together. റോസിയും അതുപോലെ ആരാണ് റോസിയും ശാന്തയും കൂടി ഉണ്ടാക്കിയ ടോട്ടൽ സോപ്പിന്റെ കണക്ക് എത്രയാണ്? ഏതാണ് കൂട്ടുകാരെ? റോസി, ശാന്ത. നമുക്ക് നോക്കി നോക്കാം. റോസിയുടെ എത്ര? ഇതാ, ഇതല്ലേ റോസി? ഇവിടെ പേരുണ്ട്. ഇതാണ് റോസി. അപ്പൊ റോസിയുടെ നമുക്ക് കിട്ടി എത്രയാ? റോസിയുടെ 24. അപ്പൊ ഇനി ശാന്തയുടെ എത്ര? ശാന്ത നോക്കി നോക്കാം. ശാന്ത 13. ഓക്കെ, അപ്പൊ റോസിയുടെ കിട്ടി, ശാന്തയുടെ കിട്ടി. അപ്പൊ അവർ രണ്ടും കൂടി എത്രയായിരിക്കും? 24 പ്ലസ് എത്രയാ? 13. ഓക്കെ, അപ്പൊ നമുക്കിത് എങ്ങനെ കൂട്ടാൻ പറ്റും? 4 കഴിഞ്ഞാ 5, 6, 7. ഓക്കെ, അപ്പൊ ഇത് കിട്ടി. 2 കഴിഞ്ഞാ 3. അപ്പൊ എത്രയാണ്? 37. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം റോസിയുടെ കൗണ്ട് ആയിട്ടല്ല 24 പ്ലസ് 13 is equal to 37. 24 പ്ലസ് 13 is equal to 37. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കി നോക്കാം. നെക്സ്റ്റ് എന്താ? റോസി കൗണ്ടഡ്, ശാന്ത കൗണ്ടഡ്. എന്താണ്? റോസി 24 എങ്ങനെ കൗണ്ട് ചെയ്തു എന്ന് വെച്ചാല് എന്താ? 20ന്റെ 10ന്റെ ഒരു സെറ്റ്, 10ന്റെ അടുത്ത സെറ്റ്, പിന്നെ 4ന്റെ ഒരു സെറ്റ്. അപ്പൊ 10 പ്ലസ് 10 20 ആയി. പിന്നെ ഈ 4 ഇവിടെ കിടക്കുന്നത്, ഈ 20 ഇങ്ങോട്ട് കിടക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമുക്ക് ശാന്ത കൗണ്ടഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ 10. അപ്പൊ എന്താ? ഇവിടെ 10 സോപ്പുകൾ ഇങ്ങനെ വരക്കുക. 1 2 3 സോപ്പിന്റെ ഷേപ്പിൽ വരക്കുക. ഓക്കെ, സോപ്പിന്റെ ഷേപ്പിൽ കൂട്ടുകാർ ശരിക്ക് വരക്കുക. 1 2 3 4 5. 1 2 3 4 5. ഓക്കെ, അപ്പൊ ഇവിടെ 10 ആയി. ഇനി ഇവിടെ എത്ര എണ്ണം വരും? 3. ഓക്കെ, അപ്പൊ ഈ 10 ഇവിടെ ഉള്ളത്, ഈ 3 ഇവിടെ ഉള്ളത്. 10 പ്ലസ് 3 10 പ്ലസ് 3 is equal to 13. ഓക്കെ അല്ലേ? ഇനി അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇവിടെ 10 ഇതുപോലത്തെ 3 എണ്ണം വരക്കുക. ഓക്കെ, അപ്പോഴാണ് 30 കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 1 2 3 4 5 6 7. ഓക്കെ, 7 എണ്ണം ഇവിടെ വരയ്ക്കുക. ഇവിടെ വരക്കാൻ സ്ഥലമില്ലാത്ത കാരണമാണ്. കൂട്ടുകാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 30 സോപ്പുകൾ 30 സോപ്പുകൾ ഇതിൻ്റെ ഉള്ളിൽ വരയ്ക്കണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കി നോക്കാം. 24 plus 13 is equal to 20 plus 30 plus 4 plus 3. എങ്ങനെ നമുക്കിത് കിട്ടി? നോക്കി നോക്കാം. 24 എന്ന് പറയുന്നത് എന്താണ്? 20 പ്ലസ് 4 ആണ്. അതുപോലെ 13 എന്ന് പറയുന്നത് എത്രയാണ്? 10 പ്ലസ് 3 ആണ്. ഓക്കെ അല്ല? അപ്പൊ ഇതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്? അപ്പൊ 24 പ്ലസ് 13 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 20 പ്ലസ് 10 പ്ലസ് 4 പ്ലസ് 3. 20 പ്ലസ് 10 പ്ലസ് 4 പ്ലസ് 3. 20 പ്ലസ് 10 പ്ലസ് 4 പ്ലസ് 3. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത നോക്കി നോക്കാം. How many soaps did Santa and Nejma count together? അപ്പൊ എന്താണ്? എത്ര സോപ്പുകളാണ് ശാന്തയും നെജ്മയും കൂടെ കൗണ്ട് ചെയ്തത്? ഓക്കെ, അപ്പൊ അതിന്റെ കണക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 13 പ്ലസ് 50 ആണ്. അപ്പോ ഇത് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് 13 പ്ലസ് 50 ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ 3 കണ്ട് ഇറക്കിയിടാം. 5 കഴിഞ്ഞാൽ 6. കൂട്ടുകാർക്ക് ആഡ് ചെയ്യാൻ അറിയില്ല? ആഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ എന്താണ്? പഠിക്കണം. വളരെയധികം സിമ്പിൾ ആണ്. എന്താണ്? 13 പ്ലസ് 50. ഇപ്പൊ ഇത് ആഡ് ചെയ്യണമെങ്കിൽ 3 പ്ലസ് 0 3. 5 കഴിഞ്ഞാൽ 5ന്റെ കൂടെ ഒരെണ്ണം കൂടി കൂട്ടുക. അപ്പൊ 5 കഴിഞ്ഞാൽ ഏത് വരും? 6.
അപ്പോൾ 63 കിട്ടി. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്താൽ മതി? വിച്ച് ഈസ് ഈക്വൽ ടു ഈ കിട്ടുന്ന ആൻസർ എന്താണ്? ഇതിനോട് ഈക്വൽ ആണെന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്തിട്ട് അതും കൂടെ നമുക്ക് 63 കിട്ടുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം. ഓക്കെ, 10 + 50 + 3 3 ഇറക്കി ഇട്ടു, 5 കഴിഞ്ഞാൽ 6. അപ്പൊ അതും നമുക്ക് എത്ര കിട്ടി? 63 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? ഹൗ മെനി സോപ്സ് ഡിഡ് ലത ആൻഡ് നിഷ കൗണ്ട് ടുഗെദർ? അങ്ങനെയാണെങ്കിൽ ലതയും നിഷയും കൂടി കൗണ്ട് ചെയ്ത സോപ്പിന്റെ എണ്ണം എത്രയായിരിക്കും? അപ്പൊ നേരത്തെ സോപ്പിന്റെ അവിടെ പോയിട്ട് നോക്കുക, എന്നിട്ട് ലതയുടെ എത്ര നമുക്ക് അവിടെ കൂട്ടുകാരെ നോക്കിയാൽ കിട്ടും. ലതയുടെ എത്രയാണ്? 45 ആണ്. നെക്സ്റ്റ് നിഷയുടെ എത്രയാണ്? നിഷ ഈസ് ഈക്വൽ ടു 32. ഓക്കെ, അപ്പൊ ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ നമുക്ക് ഈ രീതിയിൽ എഴുതിക്കൂടെ? 45 + 32 which is equal to നമുക്ക് എങ്ങനെ എഴുതാം? 40 + 30 + 5 + 2. അപ്പൊ ഇതിന്റെ ആൻസർ ഇനി കിട്ടുന്നുണ്ടോ നോക്കി നോക്കാം. 45 + 32, 5 കഴിഞ്ഞാൽ 6, 7, 4 കഴിഞ്ഞാൽ 5, 6, 7. എത്രയാണ് ആൻസർ? 77 ആണ്. അപ്പൊ ഇനി ഇതും കൂടി കൂട്ടിയിട്ട് നമുക്ക് 77 കിട്ടുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം. 40 + 30 + 5 + 2, 5 + 2 7, 4 + 3 7. അപ്പൊ അതും നമുക്ക് 77 കിട്ടി. കൂട്ടുകാർക്ക് മനസ്സിലായോ? അപ്പൊ എങ്ങനെയാണ് നമ്മൾ 45 + 32 നമ്മൾ ഇങ്ങനെ എഴുതി? 40 എന്ന് പറഞ്ഞാൽ 45 എന്ന് പറഞ്ഞാൽ എന്താണ്? 40 + 5 ആണ്. ഓക്കെ, ഇനി 32 എന്ന് പറഞ്ഞാൽ എന്താണ്? 30 + 2 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്ത്? ആദ്യം ടെൻസ് പ്ലേസ്, അതായത് 40 + 13 എഴുതി. പിന്നെ നമ്മൾ എന്ത് എഴുതി? ഇതെഴുതി +5 + 2 എന്ന് എഴുതി. ഓക്കെ അല്ലേ? വളരെയധികം സിമ്പിൾ ആണ്. കൂട്ടുകാർ നോക്കി നോക്കാം. മനസ്സിലായിട്ടില്ലെങ്കിൽ ബാക്ക് അടിച്ച് ഒന്നും കൂടി കണ്ടു നോക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കി നോക്കാം. അടുത്തത് എന്താ? നമ്പർ ചെയിൻ. അടുത്തത് എന്താ? 23 + 26. See the number chain. Write the answer. അപ്പൊ എന്തായിരിക്കും ആൻസർ വരിക? ഒന്ന് കൂട്ടുകാർ പറഞ്ഞേ. നമുക്ക് 23 + 26 ചെയ്താൽ എത്ര കിട്ടുക? 23 + 26. 6 കഴിഞ്ഞാൽ 7, 8, 9. 2 + 2 എത്രയാണ്? 4, 49. ഇനി വേറൊരു രീതിയിൽ കൂട്ടുകാർ പറഞ്ഞു നോക്കിയേ. 23 നമുക്ക് എങ്ങനെ എഴുതാം? 20 + 3 എന്ന് എഴുതാം. 26 നമുക്ക് എന്ത് എഴുതാം? നാം വേണമെങ്കിൽ കളർ മാറ്റിയിട്ട് കാണിച്ചു തരാം. 26 നമുക്ക് എന്ത് എഴുതാം? +20 + 6 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ഇതാ രണ്ട് സംഖ്യകളൊക്കെ കൂടി ആദ്യം എഴുതി. 20 + 20 എഴുതി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ 3ഉം 6ഉം ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് ചെയ്താൽ നമുക്ക് 49 കിട്ടും. 20 + 20 എത്രയാണ്? 40 ആണ്. 40 3 + 6 എത്രയാണ്? 9 ആണ്. അപ്പോൾ നമുക്ക് 49 കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് നോക്കിയേ. ഡ്രോ ബീഡ്സ് ടു ഷോ ദിസ് എന്താ? നമ്പർ ചെയിൻ. അപ്പൊ അടുത്തത് ഇത് വരയ്ക്കാനാണ്. അപ്പൊ ഇത് വരയ്ക്കുമ്പോ എന്ത് ചെയ്യാ? 14 എണ്ണം വരയ്ക്കുക, 25 എണ്ണം വരയ്ക്കുക. അപ്പൊ മേലത്തേല് കൂട്ടുകാർ നോക്കി ഇതിൽ എന്താ ചെയ്തേക്കണേ? 1 2 3 4 5 6 7 8 9 10. ഇത് 10 എണ്ണം. പിന്നെന്താ? ഇത് 1 2 3 4 5 6 7 8 9 10. ഇത് 10. ഇത് പിന്നെ എത്രയാ? 3 അല്ലേ? 3. ഓക്കെ, അപ്പൊ അങ്ങനെ 23 കിട്ടി. 10 + 10 + 3 അങ്ങനെ 23 കിട്ടി. അപ്പൊ ഇതാണെങ്കിലോ? ഇതാണെങ്കിൽ 14 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 14 നമുക്ക് 10 വേറെ ഒരു കളറ് +4 വേറെ കളറായിട്ട് കൊടുക്കാം. അപ്പൊ 1 2 3 4 5 6 7 8 9 10.
ഇനി നമുക്കൊന്ന് കളർ മാറ്റാം. ഓക്കെ, ഇനി 4 നമുക്ക് 1 2 3 4. ഇപ്പൊ എന്തായി? ഇപ്പോ 14 വരെ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് അടുത്തത് 25 ആണ്. 25ന് നമുക്ക് എന്ത് എഴുതാം? 25ന് നമുക്ക് 10 + 10 + 5 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് 1 2 3 4 5 6 7 8 9 10. അപ്പൊ ഇതുവരെ വേറെ കളറിലും പിന്നെ അടുത്ത 10 നമുക്ക് അടുത്ത കളറിൽ കൊടുക്കാം. 1 2 3 4 5 6 7 8 9 10. ഇനി 5 എണ്ണം കൂടെ ഉണ്ട്. 5 എണ്ണം നമുക്ക് അടുത്ത കളറിൽ കൊടുക്കാം. 1 2 3 4 5. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടത്. How many beads are there in the number chain? ഈ നമ്പർ ചെയിനിൽ എത്ര ബീഡ്സ് ഉണ്ട്? അപ്പൊ അത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 14 + 25 ചെയ്താൽ മതി. എത്ര കിട്ടും? 39, 39. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് വേറൊരു മെത്തേഡിൽ നമുക്ക് എങ്ങനെ കൂടി ചെയ്യാം? 14 നമുക്ക് എന്ത് എഴുതാം? 10 + 4 + 25 നമുക്ക് 20 + 5 എന്ന് എഴുതി. എന്നിട്ട് നമുക്ക് 10 + 20 ആദ്യം എഴുതാം, 4 + 5 പിന്നെ എഴുതാം. ഇനി 10 + 20 എത്രയാണ്? 13 ആണ്. 4 + 5 എത്രയാണ്? 9 ആണ്. 30 + 9 39. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. How many beads are there in the number chain? Okay, what could be the number of beads in the number chain? അപ്പൊ ഈ ബീഡ്സിൽ ഇനി എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കി നോക്കൂ. എത്ര? ഒന്ന് എണ്ണി നോക്കിയോല്ലോ. 1 2 3. നമുക്ക് ആദ്യം ഇവിടുന്ന് എണ്ണാം. 1 2 3 4 5 6 7 8 9 10 11 30 40 50 60 70 80 90 20 21 22 23 24 25 26 27 28 29 30 31 32 34 35 36 37 38. അപ്പൊ എത്രയാണ്? 30 + 8 38 എന്നാണ് ഉള്ളത്. See the number card Manav got. 32 + 13. How many beads does he need to make the chain? അപ്പോൾ ഇവൻക്ക് മാനവിന് ചെയിൻ ഉണ്ടാക്കണമെങ്കിൽ എത്ര ബീഡ്സ് ആവശ്യമാണ്? 32 + 13. 32 + 13 എത്രയാണ്? 45. എത്രയാണ്? 45 ബീഡ്സ് ആവശ്യമുണ്ട്. ഈ 45 നമുക്ക് എങ്ങനെ കൂടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? 32ന് നമുക്ക് 30 + 2 എന്ന് എഴുതാം. 13ന് നമുക്ക് 10 + 3 എന്ന് എഴുതാം. ഇനി നമുക്ക് എന്ത് എഴുതാം? ആദ്യം 30 + 10 എഴുതി, പിന്നെ 2 + 3 എഴുതി. 10 + 13 എത്രയാ? 40 + 5 which is equal to 45. ഓക്കെ അല്ലേ? ഇനി below are the cards other got. Find how many beads each need. അപ്പൊ എന്താണ്? ബാക്കിയുള്ളവർക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സിന്റെ നമ്പർ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര കിട്ടിയിട്ടുണ്ടാവും? നമുക്ക് ആദ്യം ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 16 + 42 എത്രയാണ്? 6 കഴിഞ്ഞാൽ 7 8 4 കഴിഞ്ഞാൽ 5 എത്രയാണ്? 58. അപ്പൊ ഇവരുടെ 58 ആണ്. ഇനി അടുത്തത് ഇവരെ നോക്കാം. 35 + 14. 5 കഴിഞ്ഞാൽ 6 7 8 9 9 3 കഴിഞ്ഞാൽ 4 എത്രയാണ്? 49 ആണ്. ഇനി ഇവരാണെങ്കിലോ 22 + 67. 7 കഴിഞ്ഞാൽ 8 9 6 കഴിഞ്ഞാൽ 7 8 എത്രയാണ്? 89. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള ബീഡ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? Look at how Manav Avina have stacked the soap boxes. അപ്പൊ എന്താണ്? അവിന അതുപോലെ തന്നെ മാനവ് എന്ത് ചെയ്യാണ്? സോപ്പിന്റെ ബോക്സസ് ഒക്കെ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അവിനയുടെ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മാനവിന്റെയും തന്നിട്ടുണ്ട്.
അപ്പോൾ ആ പിക്ചർ ഒന്ന് നോക്കി നോക്കാം. ഇനി നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ എന്താണ് ഈ പിക്ചറിൽ പറയുന്നത്? അവിനാട് സോപ്പ് പ്ലസ് മാനവിന്റെ സോപ്പും കൂടെ രണ്ടും കൂടെ പ്ലസ് ചെയ്തിട്ടുള്ളതാണ് എവിടെ തന്നിട്ടുള്ളത്? ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതേ പ്ലസ് ഇതാണ് ഇത്. നമുക്ക് നോക്കി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 30 40 50 60 70 80 90 20 21 22 23 24 25 25 26. അപ്പൊ ഇതും കൂടിയിട്ട് ആഡ് ചെയ്താൽ എന്താ? ഇത് കിട്ടും. അപ്പൊ അത് കിട്ടുന്നുണ്ടോ എന്ന് കൂട്ടുകാരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. Okay, how many soap did each stack? അവിനാന്റെ എത്ര ഉണ്ട് എന്ന് പറയുന്നത് 2 10s ഉം 7 1s ഉം. അപ്പൊ 20 plus 7 ആണ് അവിനാട്. അതുപോലെ തന്നെ മാനവിന്റെ 110 plus 5 ഉം which is equal to 15. How many soap did they stack together? അപ്പൊ അവരെല്ലാവരും കൂടി എത്ര സോപ്പാണ് അടക്കി വെച്ചത്? അവരെല്ലാവരും കൂടി 27 plus 15 എത്രയാണ്? 7 കഴിഞ്ഞാൽ 8 9 10 11 12 ബാക്കി 1 2 3 4 എത്രയാണ്? ടുഗദർ എത്ര ഉണ്ട്? 42. അപ്പൊ ഇവിടെ എഴുതി കൊടുക്കുക 42. Add 27 and 15. അപ്പൊ എത്ര കിട്ടും? 27 plus 15 is equal to 42. ഓക്കെ, അപ്പൊ ഇത് വേറെ രീതിയിൽ നമുക്ക് എന്ത് എഴുതാം? 27 നമുക്ക് 20 plus 7 എന്നും 15 നമുക്ക് 10 plus 5 എന്നും എഴുതാം. അപ്പൊ അത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 42 കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? ആഡിങ് 10s, 2 10s ഉം 1 10 ഉം. ഓക്കെ, 2 10s ഉം 1 10 ഉം. അപ്പൊ 2 10s എത്രയാണ്? ഇവിടെ ഒരു 10 ഉം അടുത്ത് ഇവിടെ ഒരു 10 ഉം. 10 plus 10 എത്രയാണ്? 20 ആണ്. ആ 20 ആണ് ഇവിടെ. ആ 20ന്റെ കൂടെ എന്ത് ചെയ്തു? നമ്മൾ ഒരു 10ഉം കൂടി ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 20 plus 10 is equal to 13. ഓക്കെ, ഇനി നെക്സ്റ്റിൽ എന്താ? ആഡിങ് 1s. 7 plus 5 is equal to 12 ones. ഓക്കെ, അപ്പൊ അതെന്താണ്? 7 plus 5 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും. 7 plus 5 നമുക്ക് എന്ത് ചെയ്യാം? 5 നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് 3 plus 2 എന്നും എഴുതാം. അപ്പോൾ നമുക്ക് എന്താണ്? 12 തന്നെ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് soaps. അപ്പോൾ ഇവിടെ എത്രയാണ്? 4 10s ഉണ്ട് 2 1s ഉണ്ട്. അപ്പോൾ 4 10s എന്ന് പറയുമ്പോൾ 14 ആയി. 2 1s എന്ന് പറയുമ്പോൾ +2 which is equal to 42. അപ്പോൾ ഈ 14 നമുക്ക് എങ്ങനെ എഴുതാം? 20 plus 20 എന്നും എഴുതാം. 2 നമുക്ക് 2 എന്ന് തന്നെ എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 42 എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് സോപ്സ് ആൻഡ് റൈറ്റ് ദ നമ്പർ. അപ്പൊ ഇതില് എത്ര നമ്പർ ഓഫ് സോപ്സ് ഉണ്ട്? കൂട്ടുകാരൊന്ന് എണ്ണി നോക്കിക്കേ. അതിൽ എത്ര നമ്പർ ഓഫ് സോപ്സ് ഉണ്ട്? One, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പൊ ഇവിടെ 10 ഉണ്ട്, ഇവിടെ 10 20, ഇവിടെ 10 30, 30 plus 1 2 3 4 5 6. അപ്പൊ 30 plus 6 എത്രയാണ്? 36. അപ്പൊ എത്ര ഉണ്ട്? 36 എണ്ണം ഉണ്ട്. ഇതിലാണെങ്കിലോ 10 20 30 40. ഇവിടെ ഇതുവരെ 6 ആണ്. ഇപ്പൊ അങ്ങോട്ടായപ്പോ 7 ആയി. അപ്പൊ എത്രയാണ്? 47. അപ്പൊ 36 plus 47. 7 കഴിഞ്ഞാൽ 8 9 10 11 12 13. 3 ഇവിടെ ഇട്ടു, ബാക്കി 1 മേലെ ഇട്ടു. 4 5 6 7 8. ടോട്ടൽ എത്രയാണ്? 83. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാം. വേറെ രീതിയിൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 36 നമുക്ക് 30 plus 6 എന്നും 47 നമുക്ക് 40 plus 7 എന്നും എഴുതാം. then എന്താണ്? 30 plus 40 നമ്മൾ ആദ്യം എഴുതി, 6 plus 7 പിന്നെ എഴുതി. 30 plus 40 എത്രയാണ്? 70 കിട്ടും. പ്ലസ്
4 5 6 7 കിട്ടും. ഇനി 6 + 7 എത്രയാണ്? 13 കിട്ടും, which is equal to 83. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. Playing with blocks. ഹരിത, അൻഷിത്, നിജ ആൻഡ് അജൽ ആർ പ്ലേയിങ് വിത്ത് ബ്ലോക്സ്. അപ്പൊ എന്താണ്? ഹരിത, അൻഷിത, നിജ, അജൽ ഒക്കെ എന്ത് ചെയ്യാണ്? ബ്ലോക്സ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. See the number of blocks ഹരിത ആൻഡ് അൻഷിത് got. അപ്പൊ ഹരിതക്കും അൻഷിതിനും കിട്ടിയിട്ടുള്ള നമ്പേഴ്സ് ബ്ലോക്സ് നമുക്ക് നോക്കി നോക്കാം. Let's play with blocks. How many blocks they have got in all? അപ്പൊ അവർക്ക് എത്ര ബ്ലോക്സ് കിട്ടിയിട്ടുണ്ടാവും? നമുക്ക് എണ്ണി നോക്കാം. അപ്പൊ ഹരിതയ്ക്ക് കിട്ടിയിട്ടുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, then അൻഷിതിന് കിട്ടിയിട്ടുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കി നോക്കിയാലോ. 1 2 3 4 5 6 7 8 9 10. അപ്പൊ 10 ആയി. 10 കഴിഞ്ഞ 11 12 13 14 15 16 17 18 19 20. ഇനി 21 കഴിഞ്ഞ 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 എണ്ണുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടി 41 എണ്ണ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം ഇത് 10 10 വെച്ചിട്ട് വരുന്നത് കളർ കൊടുത്തിക്കണം തോന്നുന്നു. നമുക്ക് നോക്കി നോക്കാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അപ്പൊ അതുവരെ 10 എണ്ണായി. 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40. ഓക്കെ, അപ്പൊ നമുക്ക് 40 കിട്ടി. അപ്പൊ ഇങ്ങനെ ഒരേപോലെ കളറിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഒന്നും കൂടിയും എണ്ണി നോക്കി നോക്കുക. കാരണം 10 10 വരുന്നതായിരിക്കാം ഒരുപോലെ കൊടുത്തിട്ടുണ്ടാവുക. എല്ലാ കേസിലും അങ്ങനെ ശരിയാവണമെന്നില്ല, പക്ഷെ മിക്ക കേസിലും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് ഹരിതര കിട്ടി 40. ഇനി നെക്സ്റ്റ് അൻഷിതിനെ നമുക്ക് എണ്ണി നോക്കിയാലോ. 1 2 3 4 5 6 7 8 9 10 11 12 13 40 50 60 70 80 90 20 21 22 23 24 25 26. അപ്പൊ എത്രയാണ് അൻഷിതിന്റെ? 26. അപ്പൊ ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി നോക്കിയാലോ. 40 പ്ലസ് 26 ഈസ് ഈക്വൽ ടു എത്രയാണ്? നമുക്ക് എഴുതിയ 40ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 40 പ്ലസ് 20 പ്ലസ് 6 എന്ന് എഴുതാം. 40 പ്ലസ് 20 എത്രയാണ്? 60 ആണ്, പ്ലസ് 6. 60 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 66 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? Nida and Ajal together got 68 blocks. Which group won the game? അപ്പൊ എന്താണ്? നിതക്കും അജലിനും കൂടിയിട്ട് 68 ബ്ലോക്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏത് ഗ്രൂപ്പ് ആയിരിക്കാം ജയിച്ചിട്ടുണ്ടാവുക? ആരാണ്? മറ്റൊരുക്ക് 66 ആണ്, ഇപ്പോ 68 കിട്ടി. അപ്പൊ ആരായിരിക്കും ജയിച്ചിട്ടുണ്ടാവുക? നിത ആൻഡ് അജൽ. Okay, ഇനി how many blocks more did they get? How did you calculate? Tell your friends. അപ്പൊ മറ്റൊരുക്ക് കിട്ടിയിട്ടുള്ള ബ്ലോക്സ് എന്ന് പറയുന്നത് 66 ആണ്, ഇവർക്ക് കിട്ടിയിട്ടുള്ളത് 68 ആണ്. അപ്പൊ എത്ര കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും? അപ്പൊ എത്ര കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? 68 മൈനസ് 66 ആണ് ചെയ്യേണ്ടത്. അപ്പൊ എത്ര കൂടുതൽ കിട്ടി എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മൈനസ് ചെയ്യണം. അപ്പൊ 68 മൈനസ് 66 സമം എത്രയാണ്? ഇസ് ഈക്വൽ ടു 2. 2 എന്ന് ആൻസർ കിട്ടും. ഇനി what can be the number of blocks നിത ആൻഡ് അജൽ ഗെറ്റ്? അപ്പൊ അജലിനും നിതക്കും കൂടിയിട്ട് എത്രയായിരിക്കും? അപ്പൊ ടോട്ടൽ 68 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? നമുക്ക് 34 പ്ലസ് 34 ഇത് 68 ആണ്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം?
34 എന്നൊക്കെ കൊടുക്കാം. വാട്ട് ഐ ഹാവ് ഫൗണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് എങ്ങനെയാണ്? നമ്മൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്? 34 പ്ലസ് 34. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 30 പ്ലസ് 4 പ്ലസ് 30 പ്ലസ് 4. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? 30 പ്ലസ് 4 ആദ്യം എഴുതി, 30 പ്ലസ് 4 ആദ്യം 30 പ്ലസ് 30 ആദ്യം എഴുതി, പിന്നെ 4 പ്ലസ് 4 എഴുതി. 30 പ്ലസ് 30 60 പ്ലസ് 8 വിച്ച് ഈസ് ഈക്വൽ ടു 68. ഇനി വാട്ട് മൈ ഫ്രണ്ട് ഹാവ് ഫൗണ്ട്. അപ്പൊ ഫ്രണ്ടിന് എന്താ? ഇപ്പൊ ഇത് 34 എടുക്കണം നിർബന്ധമുണ്ടോ? 36 ഒരു 32 എടുത്ത് നോക്കിയേ, അപ്പോഴും നമുക്ക് 68 കിട്ടും. അപ്പൊ എന്താണ്? നമുക്ക് കിട്ടിയ ഉത്തരം തന്നെ കിട്ടണമെന്നില്ല, രണ്ടും കൂടി കൂട്ടിയ നമുക്ക് 68 കിട്ടിയാൽ മതി. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്താ? ഇൻ ദ സെക്കൻഡ് ഗെയിം ദ ഫസ്റ്റ് ടീം ഗോട്ട് 48 blocks. അൻഷി ഗോട്ട് 4 blocks മോർ ദാൻ ഹരിത. അപ്പൊ രണ്ടാമത്തെ സെക്കൻഡ് ഗെയിമിൽ ഫസ്റ്റ് ടീമിന് എത്ര കിട്ടി? 48 എണ്ണം കിട്ടി. അതിലെന്താണ്? അൻഷിതിന് ഹരിതനേക്കാൾ 4 ബ്ലോക്ക് കൂടുതൽ കിട്ടി. അപ്പൊ ഇതിന്റെ പകുതി എടുത്തിട്ട് കാര്യമുണ്ടോ? 4 എണ്ണം കൂടുതൽ കിട്ടണം. അപ്പൊ ഇതിന്റെ പകുതി എത്രയായിരിക്കും? 24. അപ്പൊ നമുക്കൊരു 20 എത്ര കൊടുത്തു നോക്കാം? രണ്ടു പേർക്കും ഈക്വൽ ആയിട്ട് കിട്ടുകയാണെങ്കിൽ 48 ബ്ലോക്സ് ആണുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാം? 48 ആകുമ്പോൾ 24 പ്ലസ് 24 ചെയ്താൽ നമുക്ക് 48 കിട്ടും. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അൻഷിതിന് ഹരിതനേക്കാൾ 4 ബ്ലോക്ക് കൂടുതൽ വേണമെന്ന്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? അൻഷിതിന് നമുക്കൊരു 26ഉം മറ്റാൾക്ക് ഒരു 22ഉം കൊടുത്തു നോക്കാം. നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ നോക്കി നോക്കാം. 6 പ്ലസ് 2 എത്രയാണ്? 8, 48. അപ്പൊ ഇതെന്ന് പറയുന്നത് എത്രയാണ്? 26 എന്ന് പറയുമ്പോൾ 22നേക്കാൾ 4 കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? അൻഷിതിന്റെ നമുക്ക് 26 ആയിട്ടും അതുപോലെ തന്നെ ഹരിതയുടെ നമുക്ക് എത്ര ആയിട്ടും എടുക്കാം? 22 ആയിട്ടും കിട്ടുക. അപ്പോഴും നമുക്ക് 48 ആണ് കിട്ടുക. അപ്പൊ ഹരിതക്ക് 22, അൻഷിതിന് 26. ഓക്കെ അല്ലേ? ഇനി എന്താ? ഇനി അടുത്തത് എന്താ നോക്കി നോക്കൂ. ഇഫ് ഓൾ ദ ബ്ലോക്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഗ്രൂപ്സ് ഓഫ് 10s and 1s, how many groups of 10s will be there? എല്ലാ ബ്ലോക്സും 10s ആയിട്ടും if all the blocks are arranged in groups of 10s and 1s, എല്ലാതും 10sന്റെ ഗ്രൂപ്പിലും 1sന്റെ ഗ്രൂപ്പിലും അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര 10s ഉണ്ടായിരിക്കും? എത്ര 1s ഉണ്ടായിരിക്കും? ടോട്ടൽ 48 ആണ്. അപ്പൊ നമുക്ക് 4 10s കൊടുക്കാം. അപ്പൊ 14 ആയി. ബാക്കി എത്രയാണ്? 8 1s കൊടുക്കാം. ഇനി നെക്സ്റ്റ് നോക്കി നോക്കൂ. The second group got 27 blocks. Ajal got 5 blocks less than Nida. നിതനേക്കാൾ 5 ബ്ലോക്ക് കുറവാണ് ആർക്ക് കിട്ടിയത്? അജലിന് കിട്ടിയത്. ഓക്കെ. അപ്പൊ 27 ബ്ലോക്സ് ആണുള്ളത്. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു 5 കുറച്ച് നമുക്ക് എന്ത് കിട്ടും? 11 കിട്ടും. അതായത് 27 മൈനസ് ഈ തന്നിരിക്കുന്ന 5 മൈനസ് ഇത് നമുക്ക് 22 കിട്ടും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 22ന് നമുക്ക് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരാൾക്ക് 11ഉം ഒരാൾക്ക് 11ഉം കിട്ടും. ഓക്കെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്കിപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 27 കിട്ടണം. അപ്പോൾ 11 പ്ലസ് 11 എത്രയാണ്? 22 ആണ്. അപ്പൊ നമുക്ക് എന്താ? അജൽ ഗോട്ട് 5 blocks less than നിത. അപ്പൊ നിതക്ക് നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? 11 പ്ലസ് ഒരു 5 ചെയ്ത് നോക്കാം. അപ്പൊ 6ഉം 1ഉം 16 കിട്ടി. 16 പ്ലസ് 11 ചെയ്ത് നോക്കൂ. അപ്പൊ നമുക്ക് 27 കിട്ടി. അപ്പൊ നിതക്ക് 16ഉം അതുപോലെ തന്നെ അജലിന് എത്രയും കൊടുത്താൽ മതി? 11ഉം കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെന്ന് നമുക്ക് ഇവിടെ എഴുതി നോക്കാം. ടോട്ടൽ ബ്ലോക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 27 ആണ്. നമ്മൾ എന്ത് ചെയ്തു? 27 മൈനസ് 5 ചെയ്തു. അപ്പൊ നമുക്ക് 22 കിട്ടി. ആ 22നെ നമ്മൾ എന്ത് ചെയ്ത്? ഡിവൈഡ് ഈക്വലി, അതായത് പകുതി കിട്ടി. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള സംഖ്യ എത്രയാ?
ഈക്വൽ ചെയ്തപ്പോൾ 11 കിട്ടി. അപ്പോൾ 2 പേർക്കും ഇപ്പോൾ 11 നിതക്ക് 5 ബ്ലോക്സ് കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നിതയുടെ 11 + 5 ചെയ്തു. അപ്പോൾ നമുക്ക് 16 കിട്ടി. ദെൻ അജലിന്റെ എന്താണ് 11 തന്നെയാണ്. അപ്പോൾ അത് കൂട്ടുമ്പോൾ നമുക്ക് 27 കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കി നോക്കാം. ലെറ്റ്സ് ബൈ സോപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ടോപ്പിക് നോക്കി നോക്കാം. ലെറ്റ്സ് ബൈ സോപ്പ്. ഓക്കെ, മിയ ബോട്ട് 30 സോപ്സ് ഫോർ നെജ്മ. നെജ്മക്ക് വേണ്ടിയിട്ട് മിയ 13 സോപ്പുകൾ വാങ്ങി. മോഹിത് ബോട്ട് ഡബിൾ ദാറ്റ് നമ്പർ. മോഹിത് എന്താണ് മിയ മേടിച്ചതിനേക്കാൾ ഇരട്ടി, അതിന്റെ ഇരട്ടി സോപ്പ് മേടിച്ചു. ഹൗ മെനി സോപ്സ് ഡിഡ് നെജ്മ സെൽ? അങ്ങനെയാണെങ്കിൽ നെജ്മ എത്ര സോപ്പ് വിറ്റിട്ടുണ്ടാവും? അപ്പോൾ മിയ മേടിച്ചിട്ടുള്ളത് എത്രയാണ്? മിയ മേടിച്ചിട്ടുള്ളത് സോപ്പ് മിയ ബോട്ട് എത്രയാണ്? 13. അങ്ങനെയാണെങ്കിൽ സോപ്പ് മോഹിത് ബോട്ട് എത്രയായിരിക്കും? ഇതിന്റെ ഡബിള് 13 + 13. 13 + 13 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13 ഒരു പ്രാവശ്യം കൂടി ആഡ് ചെയ്യുക. എത്രയാണ്? 26 അല്ലേ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും? ടോട്ടൽ സോപ്പ് നെജ്മ സോൾഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? മിയയുടെ 13 മോഹിത്തിന്റെ 26. എത്രയായിരിക്കും? 13 + 26. ഈ സ്റ്റെപ്പൊക്കെ ഇതിന്റെ ഉള്ളിൽ എഴുതാം. ഓക്കെ, 13 + 26 നമുക്ക് എങ്ങനെ എഴുതാം? 10 + 3 + 20 + 6. ഇനി നമുക്ക് ഇതെങ്ങനെ എഴുതാം? 10 + 20 + 6 + 3. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 30 + 9 which is equal to 39. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് 13 + 26 9 3 ഇങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. Soap should be stacked like this. Draw the picture of 10 soaps stacked like this in your notebook. അപ്പോൾ എന്താണ്? സോപ്പ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ 10 സോപ്പ് സ്റ്റാക്ക് ചെയ്തിട്ടുള്ള പിക്ചർ എന്ത് ചെയ്യാനാണ്? നോട്ട്ബുക്കിൽ വരക്കാനാണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ നമുക്കൊന്ന് വരച്ച് നോക്കാം. 2 3 4 നമുക്ക് അടിയിൽ കൊടുക്കാം. പിന്നെ എത്ര എണ്ണം? 3 എണ്ണം ഇവിടെ. ദെൻ ഇവിടെ 2, ഇവിടെ 1. ഇപ്പൊ എത്ര എണ്ണമായി? 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരച്ചാൽ മതി. ഓക്കെ അല്ലേ? How many soaps will be there in the 7 stack like this? How many soaps will be there in 7 stacks like this? അപ്പൊ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയ 7 റോയിൽ ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര സോപ്പ് ഉണ്ടായിരിക്കും? ഓക്കെ, അപ്പൊ ഇവിടെ ആണെങ്കിൽ 4 എണ്ണമാണ്. ഈ 4 എണ്ണത്തിന് പകരം നമ്മൾ 7 എണ്ണം വെച്ചു. അപ്പൊ എത്ര എണ്ണമായിരിക്കും? ഇത് 4 എണ്ണം ആയപ്പോൾ ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് സോപ്സ് എത്രയായിരിക്കും? 4 പ്ലസ് പിന്നെ ഇവിടെ 3 ആണ് പ്ലസ് 2 പ്ലസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ അടിയിൽ 7 സ്റ്റാക്ക് ആണെങ്കിൽ എത്രയായിരിക്കും? 7 പ്ലസ് 6 പ്ലസ് 5 പ്ലസ് 4 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 1. 7 പ്ലസ് 6 പ്ലസ് 5 പ്ലസ് 4 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 1. 7 3 10, 10 6 16, 16 പ്ലസ് 4 20, 20 പ്ലസ് 5 25, 25 പ്ലസ് 2 27, 27 പ്ലസ് 1 28. ഓക്കെ, അപ്പൊ ഇങ്ങനെ കണക്ക് കൂട്ടാൻ കൂട്ടുകാരും പഠിക്കണം. സിമ്പിൾ ആണ്. അപ്പൊ കൂട്ടുകാർ കുറെ പ്രാവശ്യം നമുക്ക് കണക്ക് കൂട്ടിയാലാണ് നമുക്ക് ഇങ്ങനെയൊക്കെ കണക്ക് കൂട്ടാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് 10 സ്റ്റാക്സ്? അടിയിൽ 10 കട്ടകൾ ഉണ്ടെങ്കിൽ എത്രയായിരിക്കും? 10 പ്ലസ് കൂട്ടുകാരൻ്റെ കൂടെ പറയുക 10 പ്ലസ് 9 പ്ലസ് 8 പ്ലസ് 7 പ്ലസ് 6 പ്ലസ് 5 പ്ലസ് 4 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 1. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. എത്രയാണ്? 10 പ്ലസ് 9 പ്ലസ് 8 പ്ലസ് 7 പ്ലസ് 6 പ്ലസ്
5 plus 4 plus 3 plus 2 plus 1 1 2 3 4 5 6 7 8 9 10 ഓക്കെ. അപ്പോൾ ഇതൊക്കെ കൂടി ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? അപ്പോൾ ഇത് കൂട്ടുകാരെ ഞാൻ നോക്കണ പോലെ നോക്കി നോക്കുക. 9 plus 1 10, 10 plus 6 16, 16 plus 4 20, 20, 20 plus 8 28, 28 plus 2 30, 30 plus 7 37, 37 plus 3 40, 40 plus 5 45. നാൽപ്പത്തഞ്ചാണോ വരിക? നമുക്ക് ഒന്നും കൂടി നോക്കി നോക്കാം. എവിടെയെല്ലാം ആഡ് ചെയ്ത് പോയത് മിസ്റ്റേക്ക് ഉണ്ടോ നോക്കി നോക്കാം. 10 plus കൂട്ടുകാരും നോക്കി നോക്കിയേ ആൻസർ എത്ര കിട്ടുന്നെന്ന്. പത്ത് പ്ലസ് എത്രയാണ്? 1 plus 2 plus 3 plus 4 plus 5 plus 6 plus 7 plus 8 plus 9 plus 10. ഓക്കെ. അപ്പൊ ഇങ്ങനെ തന്നെ 5 ഇവിടെ കിട്ടി. ഞാൻ കറക്റ്റ് ആണോ എന്ന് നോക്കി നോക്കിയതാണ്. 5 ഇവിടെ കിട്ടി. അപ്പൊ മേലെ എത്ര കിട്ടും? ബാക്കി 1, മേലെ എത്ര കിട്ടി? 4 കിട്ടി. 4 plus 1 5, 55. നമ്മൾ കണക്ക് കൂട്ടിയത് കറക്റ്റ് ആണ്. ജസ്റ്റ് ഒരു ഡൗട്ട് വന്നപ്പോൾ നോക്കിയെന്നുള്ളൂ. കറക്റ്റ് ആണ്, 55 ആണ് വരിക. ഓക്കെ. അപ്പോൾ ഡൗട്ട് ഉള്ള കൂട്ടുകാർ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കുക, എന്നിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കി നോക്കുക. ഓക്കെ. ഇനി നമുക്ക് അടുത്ത് നോക്കി നോക്കാം. മെന്റൽ കാൽക്കുലേഷൻസ്. ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എന്താ? ഒരു മെന്റൽ കാൽക്കുലേഷൻ ആണല്ലേ. അപ്പൊ ഇനി നമ്മൾ അതിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. നിദാസ് മദർ ഗേവ് 45 rupees to buy soap. നിദയുടെ അമ്മ എന്ത് ചെയ്തു? സോപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് 45 രൂപ കൊടുത്തു. നിദ had 8 rupees. അപ്പൊ നിദയുടെ കയ്യിൽ എന്താണ്? 8 രൂപ കൂടെ ഉണ്ട്. ഹൗ മച്ച് ഈസ് ഇൻ ദ ടോട്ടൽ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര രൂപ ഉണ്ടാവും? എത്ര രൂപ ഉണ്ടാവും? ഇനി നിദ അവിടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കി നോക്കാം. എങ്ങനെ നമുക്ക് നോക്കാം? 8 rupees means 5 rupees and 3 rupees. അപ്പൊ 8 രൂപ എന്ന് പറയുന്നത് എന്താ? 5 plus 3 ആണ്. 1 added 5 rupees to 45 rupees. So it become 50 rupees. Then added 3 to 15 and I got 53 rupees. അപ്പൊ 53 rupees. അപ്പൊ അമ്മ കൊടുത്തിട്ടുള്ള 45 രൂപ പ്ലസ് അവളുടെ കയ്യിലുള്ള 8 രൂപ. 8 കഴിഞ്ഞാൽ 9, 10, 11, 12, 13, ബാക്കി 1, 4 കഴിഞ്ഞാൽ 5, 53. അപ്പൊ ഇങ്ങനെ കൂട്ടിയാലും കിട്ടും, അതല്ല ഈ വളഞ്ഞ രീതിയിൽ നോക്കിയാലും കിട്ടും. ഇനി വേറൊരു കുട്ടി കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെ? 45 plus 8 നമ്മൾ എന്ത് ചെയ്തു? 40 നമ്മൾ 40 എഴുതി. 8 plus 8 നമ്മൾ എന്ത് എഴുതി? 8 നമ്മൾ എന്ത് എഴുതി? 5 plus അങ്ങനെയല്ല, ഞാൻ പറഞ്ഞുതരാം, വെയിറ്റ് ചെയ്യേ. ഓക്കെ. 45 plus 8 നമ്മൾ എന്ത് ചെയ്തു? 40 നമ്മൾ 40 plus 5 plus 8 എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? 40 അങ്ങനെ തന്നെ ഇട്ട് 5 plus 8 കൂട്ടി 13 കിട്ടി. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് കിട്ടി? ഈ 13 നമ്മൾ എന്ത് എഴുതി? 40 plus 10 plus 3 എന്ന് എഴുതി. എന്നിട്ട് ഈ 40ഉം 10ഉം കൂടി കൂട്ടി 50 കിലെത്തി പ്ലസ് 3 53. അപ്പൊ ഇങ്ങനെയാണ് വേറൊരു മെത്തേഡ്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ആൻസേഴ്സ് നമുക്ക് ഗസ് ചെയ്തിട്ട് എഴുതാം. ഇനി അടുത്തത് എന്താ? ക്യാൻ യു ആൻസർ? അതെന്താ നോക്കി വെക്കാം. മദർ പുട്ട് 58 soaps in a box. അപ്പൊ ഒരു ബോക്സിൽ 58 സോപ്പ് അമ്മ വെച്ചു. I put 2 more in that box. അപ്പൊ 58ന്റെ കൂട്ട് എന്താണ്? 2 കൂടി കൂടുതൽ ഞാൻ വെച്ചു. മദർ പുട്ട് 9 again. അമ്മ എന്താണ്? പിന്നെയും ഒരു 9 ഇട്ടു. അങ്ങനെയാണെങ്കിൽ how many soaps are there in the box? അപ്പൊ ആ ബോക്സിൽ എത്ര സോപ്പ് ഉണ്ടാവും? നമുക്ക് കൂട്ടി നോക്കാം. 58 പ്ലസ് 2 പ്ലസ് 9 അല്ലേ? അപ്പോ 8 പ്ലസ് 2 10,
10 10 പ്ലസ് 9 19 ബാക്കി 1 5 6 എത്രയാണ് 69 എണ്ണം ഉണ്ടാവും 69 എണ്ണം ഉണ്ടാവും. ഇനി എന്താ 12 rupees added to 3 rupees to is 15. അപ്പൊ 12ന്റെ കൂടെ 3 രൂപ കൂട്ടിയാൽ 15 രൂപയാണ്. If 2 rupees is added to 8, how much it will be? അപ്പൊ 8ന്റെ കൂടെ 2 കൂട്ടിയാൽ 8 രൂപയുടെ കൂടെ 2 രൂപ കൂടി കൂട്ടിയാൽ എത്രയായിരിക്കും? 8 പ്ലസ് 2 എത്രയാണ് കൂട്ടുകാരെ? 10 ആണ് അല്ലേ? if 2 rupees അല്ല, സോറി, ഒരു ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 12 rupees ആണ്, 12 രൂപയാണ്. അപ്പൊ 8ന്റെ കൂടെ 12 രൂപ കൂട്ടിയാൽ എത്രയാണ്? 20 ആണ്. 8 പ്ലസ് 12 0 ബാക്കി 1 20 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? ഹൗ ഐ ഡിഡ് ഇൻ മൈ ഹെഡ്. എങ്ങനെയാണ് എൻ്റെ തലയിൽ ചെയ്തത്? Take the way you calculated 28 plus 36 in your head. അപ്പൊ എന്താണ് കൂട്ടുകാർ എന്ത് ചെയ്യാന്ന് വെച്ചാല് 28 പ്ലസ് 36 മനസ്സിലൊന്ന് തലയിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഏത് വേ കൂടെയാണ് കൂട്ടുകാർക്ക് ആൻസർ കിട്ടിയെന്ന് വെച്ചാൽ ഇവിടെ ടിക്ക് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ 20 പ്ലസ് 36 നമ്മൾ കൂട്ടുമ്പോൾ 28 പ്ലസ് 36 നമുക്ക് കൂട്ടുമ്പോൾ എന്താ, ചിലവർക്ക് എന്താണ് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ കൂട്ടിയിട്ട് ആൻസർ കിട്ടും. മെന്റൽ മാത്തിൽ തന്നെ തലയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെ കിട്ടും. ചിലവർക്ക് എങ്ങനെയാണ്, ചിലവർ 20 പ്ലസ് 8 പ്ലസ് 30 പ്ലസ് 6 എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ 20ഉം ഈ 30ഉം കൂടി കൂട്ടും. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. 20 പ്ലസ് 30 50 ആണ്. പ്ലസ് 8 പ്ലസ് 6 8 പ്ലസ് 6 എത്ര? 8 പ്ലസ് 6 14 ആണ്. 50 പ്ലസ് 14. ഇനി 50ന് നമുക്ക് എന്ത് എഴുതാം? 10 പ്ലസ് 4 ഇങ്ങനെയും എഴുതാം. 50 പ്ലസ് 10 60 പ്ലസ് 4 64. അപ്പോൾ അതുപോലെ കൂട്ടുകാരുടെ മെത്തേഡ് ഏതാന്ന് വെച്ചാൽ ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? Manav and Avina went to the park and saw the price list at the tea shop. അപ്പോൾ എന്താണ്? മാനവും അവീനയും പാർക്കിലേക്ക് പോയി. എന്നിട്ട് അവിടുത്തെ പ്രൈസ് ലിസ്റ്റ് കണ്ടു ടീ ഷോപ്പിലത്തെ. ഓക്കെ, അവിടെ ഇലാട, കൊഴുക്കട്ട, സമൂസ, ബനാന ഫ്രൈ, പിസ്സ, ജ്യൂസ്, ടീ അങ്ങനെ ഓരോ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവീന said, I have 40 rupees. What all things can I bought with it? അപ്പോൾ എന്താണ്? അവീന പറഞ്ഞു, എൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ട്? എൻ്റെ കയ്യിൽ 40 രൂപ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്തൊക്കെ സാധനങ്ങൾ മേടിക്കാനായിട്ട് പറ്റും? അപ്പോൾ നമുക്ക് എന്തൊക്കെ മേടിക്കാം? നമുക്കൊരു ജ്യൂസ് മേടിക്കാം. ജ്യൂസിന് എത്ര രൂപയാണ്? 20 രൂപയാണ്. പിന്നെ നമുക്ക് എന്ത് മേടിക്കാം? ഒരു ചായ മേടിക്കാം, ഒരു ടീ മേടിക്കാം. ടീന് എത്ര രൂപയാണ്? ടീക്ക് 10 രൂപയാണ്. അപ്പം 30 ആയി. നമുക്ക് ഒരു സാധനം കൂടി മേടിക്കാം. നമുക്ക് എന്ത് മേടിക്കാം? നമുക്കൊരു കൊഴുക്കട്ട മേടിക്കാം. കൊഴുക്കട്ടയ്ക്ക് എത്ര രൂപയാണ്? 10 രൂപ. അപ്പൊ 10 പ്ലസ് 20 പ്ലസ് 10 പ്ലസ് 10 എത്രയാണ്? 20 പ്ലസ് 10 പ്ലസ് 10 എത്രയാണ്? 14 ആണ്. ഓക്കെ അല്ലേ? നമുക്ക് ഇങ്ങനെ മേടിക്കാം. ഇനി വേറെ രീതിയിൽ നമുക്ക് മേടിച്ചൂടെ? വേറെ രീതിയിൽ നമുക്ക് മേടിച്ചൂടെ? ഇങ്ങനെ മേടിക്കാം. ഇങ്ങനെ തന്നെ എഴുതാൻ ഒരു നിർബന്ധവുമില്ല. 4 rupees 14 we can get. നമുക്ക് വേറെ എന്താ രീതിയിൽ നമുക്ക് കിട്ടും? വേറെ എന്തൊക്കെ നമുക്ക് 40 രൂപക്ക് കിട്ടും? നമുക്ക് വേണമെങ്കിൽ ഒരു എന്താ പിസ്സ മേടിക്കാം. ഓക്കെ, പിസ്സക്ക് എത്ര രൂപ? പിസ്സക്ക് 22 rupees ആണ്. ഇനി നമുക്ക് എന്ത് മേടിക്കാം? ഒരു സമൂസ മേടിക്കാം. സമൂസക്ക് 8 രൂപയാണ്. അപ്പൊ 22 പ്ലസ് 8 എത്രയായി? 30 രൂപയായി. അപ്പൊ ഇനി നമുക്ക് എന്ത് മേടിക്കാം? 40 ആവാൻ ഒരു 10 രൂപ ബാക്കിയുണ്ട്. അപ്പൊ നമുക്കൊരു ചായം കൂടി മേടിക്കാം. അപ്പൊ ടോട്ടൽ എത്രയായി? 40 രൂപയായി. ഓക്കെ, അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ പൈസക്ക് ഇനി എത്ര ഉണ്ടോന്ന് വെച്ചാൽ അതിനും കൂടി സാധനം മേടിക്കാം. ഓക്കെ അല്ലേ? ഇനി എന്താ? വേരിയസ് ഗെയിംസ് ഇൻ ദ പാർക്ക്. അപ്പൊ അവിടെ ഈ പൊരിച്ച കടികളും ഈ ചായയും മാത്രമല്ല, അവിടെ പലതരത്തിലുള്ള ഗെയിംസും ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. സ്വിങ്ങിന് 25 രൂപയാണ്. അതുപോലെ തന്നെ ബൈസൈക്കിൾ റൈഡിന് 17 രൂപ, കാർ റേസിന് 28 രൂപ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അവിന went for a car race after the swing. സ്വിങ്ങിന് ശേഷം അവിന എന്ത് ചെയ്തു?
കാർ റേസിന് പോയി. ഹൗ മെനി റുപ്പീസ് ഫോർ ബോത്ത്? അപ്പൊ രണ്ടിനും കൂടി എത്ര രൂപ ആയിട്ടുണ്ടാവും? സ്വിങ്ങിന് എത്ര രൂപയാണ്? 25 രൂപ പ്ലസ് കാർ റേസിന് എത്ര രൂപയാണ്? 28 രൂപ. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം 25ന് നമുക്ക് എങ്ങനെ എഴുതാം? 20 + 5 + 20 + 8 എന്ന് എഴുതാം. 20 ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 20ഉം ഈ 20ഉം കൂടിയിട്ട് ആദ്യം എഴുതാം. 20 + 20 + 5 + 8. 20 + 20 എത്ര? 40 ആണ്. 5 + 8 13 ആണ്. ഇനി 40 + 13ന് നമുക്ക് എങ്ങനെ എഴുതാം? 40 + 10 + 3 എന്ന് എഴുതാം. 40 + 10 50 ആണ്. +3 53 ആണ്. ഓക്കെ, അപ്പൊ രണ്ടിനും കൂടി എത്ര രൂപ കൊടുത്തിട്ടുണ്ടാവാം? രണ്ടിനും കൂടി 53 രൂപ കൊടുത്തിട്ടുണ്ടാവാം. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. വേറെ ചിലർ എങ്ങനെയാണ് ചെയ്യാം? ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷെ ഇത് എന്ത് ചെയ്യണം? കുറെ പ്രാവശ്യം കൂട്ടുകാർ ചെയ്താലാണ് കിട്ടുള്ളൂ. ഓക്കെ, ഒരുപാട് പ്രാവശ്യം ചെയ്ത് നോക്കണം. അപ്പൊ 8 + 5 എത്രയാണ്? 8 കഴിഞ്ഞാൽ 9, 10, 11, 12, 13. അപ്പൊ 1 ഇവിടെ ഇട്ടു, ബാക്കി 3 ഇവിടെ ഇട്ടു, 1 മേലെ ഇട്ടു, 2 + 2 4, 4 + 1 5. അപ്പൊ അങ്ങനെ നമുക്ക് എഴുതാം. ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്? അപ്പൊ കൂട്ടുകാരി ഈ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഇത് ഇവിടെ എഴുതാം. കൂട്ടുകാരി വേറെ മെത്തേഡിലാണെങ്കിൽ അതും എഴുതാം. ഓക്കെ അല്ലേ? ഇനി എന്താ? Here are the numbers written on the number board. Fill in the empty cells. ഇതെന്താണ്? 10 + 3 13. അപ്പൊ ഇതെന്താണ്? മനസ്സിലായോ കൂട്ടുകാർക്ക്? 10ന്റെ കൂടെ ഈ 10ന്റെ കൂടെ 3 കൂട്ടിയപ്പോൾ 13 കിട്ടി. 10ന്റെ കൂടെ 5 കൂട്ടിയാൽ 15. 10ന്റെ കൂടെ 8 കൂട്ടിയാൽ 18. 10ന്റെ കൂടെ 9 കൂട്ടിയാൽ 19. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതണം. ഇനി 30ന്റെ കൂടെ 3 കൂട്ടിയാൽ 33, 35, നെക്സ്റ്റ് 38, 39. ഇനി 4ന്റെ കൂടെ ആണെങ്കിലോ 43, 45, 48, 49. ഇനി 50 ആണെങ്കിൽ 53, 55, 58, 59. 70 ആണെങ്കിൽ 73, 75, 78, 79. 80 ആണെങ്കിൽ 83, 85, 88, 89. 90 ആവുമ്പോൾ 93, 95, 98 and 99. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. From the school store, Avina bought 2 books for 24 rupees and 23 rupees. അപ്പൊ സ്കൂൾ സ്റ്റോറിൽ നിന്ന് എന്ത് ചെയ്തു? അവിന 2 ബുക്ക് മേടിച്ചു. ഒരു ബുക്കിന്റെ വില എന്ന് പറയുന്നത് 24 രൂപയും അടുത്ത ബുക്കിന്റെ വില എന്ന് പറയുന്നത് 23 രൂപയും. അങ്ങനെയാണെങ്കിൽ മാനവ് എന്താ മേടിച്ചത്? മാനവ് 2 ബുക്ക് മേടിച്ചു 32 രൂപക്കും 16 രൂപയ്ക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. മേ ബി എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കി നോക്കാം. കളർ ദ ബലൂൺസ്. ഇവിടെ മിക്കവാറും എത്ര രൂപക്കായിരിക്കും മേടിച്ചിട്ടുണ്ടാവാന്നായിരിക്കാം. അപ്പൊ അവിന എന്താണ് ഇതും കൂടി ആഡ് ചെയ്ത അവിനയുടെ പ്രൈസ് കിട്ടും. ഇതും കൂടി ആഡ് ചെയ്ത മാനവിന്റെ പ്രൈസ് കിട്ടും. ഓക്കെ, അപ്പൊ അത് ടീച്ചറിനോട് ചോദിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്താ? കളർ ദ ബലൂൺസ്. ബലൂൺസ് കളർ ചെയ്യാനാണ്. ബലൂൺസ് വിത്ത് ഈക്വൽ സംസ് ഷുഡ് ഹാവ് ദ സെയിം കളർ. എന്താണ്? ഒരു ബലൂൺസിന്റെ ഒരു സെറ്റ്. സ്ക്രീൻ ചെറുതാക്കട്ടെ. ഓക്കെ, ബലൂൺസിന്റെ ഒരു സെറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സെയിം സമ്മ് വരുന്ന ബലൂൺസ് എന്ത് ചെയ്യാന്ന് വെച്ചാല് ഒരേ കളർ കൊടുക്കുക. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ 46 + 46ന് നമുക്ക് എങ്ങനെ എഴുതാം? 40 + 6 + 40 + 6. 40 + 40 എത്രയാണ്? 40 + 40 കൂട്ടുകാർ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എന്താ? ഫസ്റ്റ് ഇതേപോലെ സ്റ്റെപ്പ് ഒക്കെ എഴുതിയിട്ട് ചെയ്യാൻ നോക്കുക. 40 + 40 എത്രയാണ്? 80 ആണ്. 6 + 6 12 ആണ്. 80 + 10 + 2. 80 + 10 90 ആണ്. 90 + 2 92. ഓക്കെ, അപ്പൊ ഇതിന്റെ സമ്മ് 92 കിട്ടി. ഇനി അടുത്തത് എന്താ? ഇതുപോലെ എല്ലാതും എന്ത് ചെയ്യാ?
സം ചെയ്ത് നോക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് കിട്ടും? ഓരോ ആൻസർ കിട്ടും. അപ്പോൾ കൂട്ടുകാർ ഈ പറഞ്ഞ സ്റ്റെപ്പിൽ ഇതെല്ലാം ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ സമ്മാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, 92 ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ 39 + 53 നമുക്ക് എങ്ങനെ ചെയ്യാം? 9 കഴിഞ്ഞാൽ 10, 11, 12, ബാക്കി 1, 5, 6, 7, 8, 9, 92 ഇങ്ങനെയും കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്താലും മതി, നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. ഇത് 45 ആണ്. അപ്പുറത്തതോ? അപ്പുറത്ത് 17 ആണ്. ഇനി ഇതിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ സെയിം ആയി വരുന്നത് ഒക്കെ നമ്മൾ ഒരു കളർ കൊടുക്കുക. ഓക്കെ, ഇവിടെ 92 അല്ലേ വരുന്നത്, ഇനി ഏതെങ്കിലും 92 വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് കൊടുക്കാം? റെഡിൽ കൊടുക്കാം. കൂട്ടുകാർ നന്നായി കൊടുക്കുക. ഇനി ഏതാ 92? ഇത് 92 ആണ്. അപ്പോൾ ഇത് റെഡിൽ കൊടുക്കാം. ഇനി നമുക്കൊന്ന് കളർ മാറ്റാം. 45 നമുക്ക് ബ്ലൂ കൊടുക്കാം. 45 ബ്ലൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കളർ കൊടുക്കാം. ഇനി നമുക്ക് 70 ഒക്കെ പച്ചയിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ ഇങ്ങനെയല്ല, പുറത്ത് പോവാണ്, നല്ല ഭംഗിയിൽ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കി നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി. നെക്സ്റ്റ് എന്താ? ലെറ്റ്സ് ആഡ് ആൻഡ് ഫൈൻഡ് ഔട്ട്. നമുക്ക് ആഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. റൈറ്റ് ദ സംസ് ഇൻ ദ സെൽ. എന്താണ് ചെയ്യേണ്ടത്? സം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എന്താ? 38 ഉണ്ട്. സെൻറ്ററിൽ 38 കൊടുത്തിട്ടുണ്ട്. ഇനി 38ൻ്റെ കൂടെ 8 കൂട്ടിയാലാണോ 46 കിട്ടുന്നത് നമുക്ക് നോക്കി നോക്കാം. 38 കളർ മാറ്റട്ടെ കേട്ടോ, അല്ലെങ്കിൽ കൂട്ടുകാർക്ക് കാണില്ല. 38 + 8. 38 + 8 പറയുമ്പോൾ 8, 16, ബാക്കി 1, 46. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഈ തന്നിരിക്കുന്ന സംഖ്യ ആഡ് ചെയ്തിട്ട് എഴുതാം. ഫോർ എക്സാമ്പിൾ ഓക്കെ, ഇവിടെ ചെയ്യാം. 38 + 12 ചെയ്യാം. 38ന് നമുക്ക് 30 + 8 + 10 + 2 എന്ന് എഴുതാം. ദെൻ 30ഉം 10ഉം കൂടി കൂട്ടുക, 40 കിട്ടും. 40 + 8 + 2, 40 + 8 + 2 എത്രയാണ്? 40 + 10 ആണ്. എത്ര? 50 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്ത്? 50 കിട്ടി. ഇനി അടുത്തത് എന്താ? അടുത്തത് പറയുന്നത് 38 + 22 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 30 + 8 + 20 + 2 എന്ന് എഴുതി. 30 + 20 50 ആണ്. +8 + 2, 8 + 2 10 ആണ്. അപ്പോൾ 50 + 10 എത്രയാണ്? 60 ആണ്. അപ്പോൾ ഇത് നമുക്ക് കിട്ടി 60. ഇനി അടുത്തത് എന്താ? 38 + 18. അങ്ങനെ എഴുതാ. 30 + 8 + 10 + 8. 30 + 10 40 ആണ്. +8 + 8, 8 + 8 എത്രയാണ്? 40 + 16 ആണ്. 40 + 10 + 6, 40 + 10 എത്രയാണ്? 50 ആണ്. 50 + 6 56. ഓക്കെ അല്ലേ? അപ്പോൾ അതുപോലെ ഇതും കൂടെ ചെയ്യാം. സിമ്പിളായിട്ട് നമ്മൾ സിമ്പിൾ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ 75 + 18 എത്ര കിട്ടും? 8 കഴിഞ്ഞാൽ 9, 10, 11, 12, 13, 13 ബാക്കി 1, 7, 8, 9. അപ്പോൾ നമുക്ക് 93 കിട്ടി. കൂട്ടുകാർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ മെത്തേഡിൽ ഇത് ചെയ്തിട്ട് നോക്കുക. ഓക്കെ, എന്നിട്ട് കിട്ടുന്നുണ്ടോ നോക്കി നോക്കുക. ഇനി എത്രയാ? 75 + 25, 5 5 10, ബാക്കി 1, 7, 8, 9, 10. എത്രയാണ്? 100 കിട്ടി. ഇനി എത്രയാണ്? 75 + 15, 5 10, ബാക്കി 1, 7, 8, 9. എത്രയാണ്? 90 കിട്ടി. ഇനി ലാസ്റ്റ് വൺ 75 + 23, 5 കഴിഞ്ഞാൽ 6, 7, 8, 8ഉം 7 കഴിഞ്ഞാൽ 8, 9. 97
8. ഓക്കെ, അപ്പൊ ഇങ്ങനെ കൂട്ടുകാർ ചെയ്ത് നോക്കുക. അപ്പൊ ഞാൻ പിന്നെയും പറയുന്നു, ഈ മെത്തേഡിൽ കൂട്ടുകാർ എന്ത് ചെയ്യണം, എല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് സമയപരിധി ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താ, add the numbers in the cell of the same color and write them in the middle. എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ സെയിം നമ്പേഴ്സ് വരുന്നത് എന്ത് ചെയ്യണം, നമ്മൾ സം ചെയ്തിട്ട് എഴുതണം. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ മിഡിലിൽ നമ്മൾ എഴുതി കൊടുക്കണം. ഇതൊക്കെ ഒന്ന് റബ്ബ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം, 45 പ്ലസ് 23. 45 പ്ലസ് 23 നമുക്ക് എങ്ങനെ എഴുതാം, 40 പ്ലസ് 5 പ്ലസ് 20 പ്ലസ് 3 എന്ന് എഴുതാം. എന്നിട്ട് നമുക്ക് 40 പ്ലസ് 20 ആദ്യം സം ചെയ്യാം, 5 പ്ലസ് 3 പിന്നെ സം ചെയ്യാം. 40 പ്ലസ് 20 60 ആണ്, പ്ലസ് 8 വരും. 60 പ്ലസ് 8 എത്രയാണ്, 68 ആണ്. ഓക്കെ, അപ്പൊ ഈ 68 നമ്മൾ ഇതും കൂടി ആഡ് ചെയ്യുമ്പോഴും ഉണ്ടോ നോക്കണ്ടേ, കാരണം എന്നാലല്ലേ കറക്റ്റ് ആവുള്ളൂ. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ 39 പ്ലസ് 29 ചെയ്യാം. 39ന് നമുക്ക് 30 പ്ലസ് 9 പ്ലസ് 20 പ്ലസ് 9 എന്ന് എഴുതാം. 30 പ്ലസ് 20 ആദ്യം എഴുതി, 9 പ്ലസ് 9 പിന്നെ എഴുതി. 30 പ്ലസ് 20 50 ആണ്, 9 പ്ലസ് 9 18 ആണ്. 50 പ്ലസ് 10 പ്ലസ് 8, 50 പ്ലസ് 10 60 ആണ്, 60 പ്ലസ് 8 68 ആണ്. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതുപോലെ നമുക്കിനി ഇത് ചെയ്യണം. ഓക്കെ, അപ്പൊ അതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, 44 പ്ലസ് 38 നമുക്ക് എങ്ങനെ എഴുതാം, 40 പ്ലസ് 4 പ്ലസ് 30 പ്ലസ് 8. എന്നിട്ട് നമുക്ക് എന്ത് എഴുതാം, 40 പ്ലസ് 30 പ്ലസ് 4 പ്ലസ് 8. ഇനി 40 പ്ലസ് 30 എത്രയായിരിക്കും, 4 5 6 7. അപ്പൊ എത്രയായിരിക്കും, 70 പ്ലസ് 4 പ്ലസ് 8 കിട്ടി. ഇനി 70 പ്ലസ് 4 പ്ലസ് 8 എത്രയായിരിക്കും, 8 കഴിഞ്ഞാൽ 9 10 11 12 പ്ലസ് 12 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് 12ന്റെ എങ്ങനെ എഴുതാം, 10 പ്ലസ് 2 എഴുതാം. ഇത് ചെയ്ത് നോക്കിയാൽ വളരെ സിമ്പിൾ ആണ്, കൂട്ടുകാർ ചെയ്ത് നോക്കുക. 70 പ്ലസ് 10 80 ആണ്, 80 പ്ലസ് 2 82. ഓക്കെ, ഇനി നമുക്ക് ആ 82 തന്നെ എവിടെ കിട്ടുന്നുണ്ടോ നോക്കണം. ആ 82 തന്നെ നമുക്ക് 26 പ്ലസ് 56 ചെയ്യുമ്പോഴും കിട്ടുന്നുണ്ടോ നോക്കി നോക്കാം. 26 പ്ലസ് 56 അത് നമുക്ക് എങ്ങനെ എഴുതാം, 20 പ്ലസ് 6 പ്ലസ് 50 പ്ലസ് 6. 20 പ്ലസ് 50 എത്രയാണ്, 60. 70 പ്ലസ് 12 കിട്ടും. 70 പ്ലസ് 10 പ്ലസ് 2 അതായത് 82. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ, write 2-digit numbers in the colored cells as above. Add those numbers and write them in the middle. അടുത്തത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ഓക്കെ, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ നമ്പറും കൂടി ആഡ് ചെയ്തിട്ട് ഒരു നമ്പർ ഇവിടെ എഴുതുക. ഈ നമ്പറും ആഡ് ചെയ്താൽ ഒരു നമ്പർ കിട്ടണം. ആ നമ്പർ തന്നെ ആയിരിക്കണം ഇതും കൂടി ആഡ് ചെയ്താൽ. അപ്പോൾ കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഇരുന്ന് നോക്കിയാൽ നമുക്ക് കിട്ടും. ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്, കൂട്ടുകാർ നോക്കി നോക്കുക. ഓക്കെ, ഇപ്പൊ 24 പ്ലസ് 26 ചെയ്താൽ നമുക്ക് 50 കിട്ടും. ആ 50 തന്നെയാണ് 30 പ്ലസ് 20 ചെയ്യുമ്പോഴും. ഓക്കെ, ഇനി അതുപോലെ നമ്പർ നമുക്ക് ഇവിടെ എഴുതാം. 11 പ്ലസ് 23 അതുപോലെ തന്നെ എന്താണ് 13 പ്ലസ് 23 ചെയ്താൽ 34 ആണ്. ആ 34 തന്നെയാണ് 24 പ്ലസ് 10. ഡൗട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ചെയ്ത് നോക്കാം. 24 പ്ലസ് 26 എത്രയാണ്, 6 4 10 ബാക്കി 1 2 2 4 4 പ്ലസ് 1 5 50. ഇനി അത് തന്നെയാണ് നമുക്ക് എന്ത് കിട്ടാം, 30 പ്ലസ് 20 ചെയ്താൽ നമുക്ക് 50 കിട്ടും. ഇനി ഇവിടെയാണെങ്കിൽ 23 പ്ലസ് 11 4 34. അത് തന്നെയാണ് നമുക്ക് ഇതും കൂടി കൂട്ടുമ്പോൾ കിട്ടുക. ഓക്കെ, then our last page. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, കാരണം എന്താ, ഈ ലെസൺ വളരെയധികം കൂടുതലുണ്ട്. ഓക്കെ, പക്ഷെ സിമ്പിൾ കാര്യങ്ങളാണ്, കൂട്ടുകാർക്ക് ആഡ് ചെയ്യാൻ മാത്രം പഠിച്ചാൽ മതി. ഇനി എന്താ, മാത്ത് ബോർഡ് ഗെയിംസ്. ഫൈൻഡ് ദ
സം ഓഫ് കണക്റ്റഡ് നമ്പേഴ്സ്. കണക്റ്റഡ് നമ്പേഴ്സിന്റെ എന്താണ് സമ്മ് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം ഏതാ റൈറ്റ് ദ സംസ് ഹിയർ. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കേണ്ടെന്ന് ഒരു എക്സാമ്പിൾ കൊടുക്കാം, then ഇതിന്റെ ആൻസേഴ്സും കൊടുക്കാം. കൂട്ടുകാർ ഇത് കിട്ടുന്നുണ്ടോ നോക്കി നോക്കാം. ഓക്കെ, അപ്പൊ 30 + 34 എങ്ങനെ നമ്മൾ ചെയ്യാ? 32 + 34 ഒന്ന് ചെയ്തേ. 30 + 2 + 30 + 4. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? 30 + 30 + 2 + 4 ചെയ്തു. 30 + 30 60 ആണ്. 2 + 4 എത്രയാണ്? 6 ആണ്. അപ്പൊ നമുക്ക് കിട്ടി 66. ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് ഏതാ? ഓക്കെ, ഇതാണ് കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതുപോലെ ഇതുപോലെ 30 + 47, അതുപോലെ തന്നെ 10 + 12, 64 + 24, 20 + 24, അതുപോലെ തന്നെ 18 + 81 ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് കൂട്ടുകാർക്ക് ഒരു ഹോംവർക്ക് ആണ്. ചെയ്യാം. ചെയ്ത് നോക്കിയിട്ട് ആൻസർ ഞാൻ ഇവിടെ ഇടാം. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക? ഈ ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കി നോക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് 66 കിട്ടി, പിന്നെ 77, 22, 88, 99, 44. ഓർഡർ ഒന്നും വിഷയമല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ ഈ ഹോംവർക്ക് ചെയ്തിട്ട് ഈ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി എന്താ? Is there anything special about these numbers? Write it down. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ ഈ നമ്പറിന്? ഉണ്ടല്ലേ. എന്താണ്? 2 ഡിജിറ്റും സെയിം ആണ്. ഇവിടെ 6 ആണോ? ഇവിടെ 6 ആണ്. ഇവിടെ 7 ആണോ? ഇവിടെ 7 ആണ്. അങ്ങനെ സെയിം ആണ്. അപ്പോൾ നമുക്ക് എഴുതാം yes, both digit of the answers are same. എന്താണ്? 2 ഡിജിറ്റും സെയിം ആണ്. What are the other 2 digit numbers like this? അപ്പോൾ ഇതുപോലെ സെയിം വരുന്ന 2 digit numbers ഏതൊക്കെയാണ്? 33 ഉണ്ട്, 55 ഉണ്ട്, 11 ഉണ്ട്, 33 എഴുതി, 44 ഉണ്ട്, 55 ഉണ്ട്, 66 ഉണ്ട്, then 77, 88, 99. അപ്പോൾ ഇതന്നെ ഉള്ളൂ. 33, 55, 11. How many 2-digit numbers are there with the same digit repeated? അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് എത്ര ഡിജിറ്റുകൾ ഉണ്ട്? 11, 22, 33, 44, 55, 66, 77, 88, 99. 1, 2, 3, 4, 5, 6, 7, 8, 9. എത്ര ഡിജിറ്റ് ഉണ്ട്? 9 ഡിജിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ഹോംവർക്ക് കൂട്ടുകാർ ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ നോക്കി നോക്കുക. ആൻസർ എഴുതി വെക്കരുത്. ഈ മെത്തേഡ് നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇനിയും പറയാത്തത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. കുറച്ചായിട്ട് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൂട്ടുകാർ ചോദിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.